കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കാപ്പി ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയെന്ന് അന്താരാഷ്ട്ര കോഫി ഓർഗനൈസേഷൻ. യുദ്ധപശ്ചാത്തലത്തിൽ വളം വില ഉയരുന്നതാണ് ഇതിന് കാരണം. ഇറാൻ ഇസ്രയേൽ US യുദ്ധത്തെ തുടർന്ന് വളം വില ഉയരുമ്പോൾ കാപ്പി കർഷകർക്ക് ആശങ്ക അല്പം കൂടുതലാണ്. വളം വില ഉയരുന്നത് കാപ്പി ഉൽപാദന ചെലവ് വർദ്ധിക്കാൻ കാരണമായേക്കുമെന്നാണ് അന്താരാഷ്ട്ര കോഫി ഓർഗനൈസേഷൻ മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ കൃഷിക്കാവശ്യമായ വളം ഇതിനോടകം പ്രയോഗിച്ചതിനാൽ 2025-26 സീസണിൽ ഉൽപാദനത്തെ കാര്യമായി ബാധിക്കില്ല. എന്നാൽ പ്രതിസന്ധി നീണ്ടുനിൽക്കുകയാണെങ്കിൽ 2026-27 കാലയളവിലെ ഉൽപാദനത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും അന്താരാഷ്ട്ര കോഫി ഓർഗനൈസേഷൻ പറയുന്നു. ലോകത്തെ യൂറിയ വ്യാപാരത്തിന്റെ 1/3 ഹോർമുസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. ആഗോള വളം വ്യാപാരത്തിന്റെ 25% മുതൽ 33% വരെ നടക്കുന്നതും ഈ മേഖലയിലൂടെയാണ്. ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി 2026 ഫെബ്രുവരിയിൽ ഏകദേശം 38.5% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം 3 മാസത്തെ ഇടിവിന് ശേഷം ഈ മാർച്ചിൽ ആഗോള കാപ്പി വില വീണ്ടും ഉയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം തടസ്സപ്പെട്ടതും ഷിപ്പിംഗ് ചെലവ് വർദ്ധിച്ചതുമാണ് വില കൂടാൻ പ്രധാന കാരണം. ICOയുടെ കോമ്പോസിറ്റ് ഇൻഡിക്കേറ്റർ വില 2.3% വർദ്ധിച്ച് പൗണ്ടിന് 273.7 US സെന്റായി. ലണ്ടൻ ICE മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോൾ ന്യൂയോർക്ക് ICE മാർക്കറ്റിൽ ചെറിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡിന്റെ അഭിമാന ഉൽപ്പന്നമായി ചക്ക തിരഞ്ഞെടുത്തിട്ട് 4 വർഷം. എന്നാൽ നടപടി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്നാണ് ആക്ഷേപം. 2022 ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കാസർഗോഡിന്റെ അഭിമാന ഉൽപ്പന്നമായി ചക്ക തിരഞ്ഞെടുത്തത്. നേരത്തെ കാസർഗോഡിന് അനുവദിച്ചിരുന്നത് കല്ലുമ്മക്കായായിരുന്നു. എന്നാൽ ജില്ലയുടെ വളരെ ചെറിയ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന കല്ലുമ്മക്കായേക്കാൾ ജില്ലയിൽ സുലഭമായി ലഭിക്കുന്ന ചക്കയ്ക്കാണ് വരുമാന സാധ്യത എന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ വ്യവസായ കേന്ദ്രം സമർപ്പിച്ച അപേക്ഷയിലായിരുന്നു കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. എന്നാൽ കേന്ദ്രത്തിന്റെ നടപടി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷം സീസണിൽ ചക്കകൾ പറമ്പുകളിൽ പഴുത്തുവീണ് നശിച്ചത് വീട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് ഉണ്ടാക്കിയെങ്കിലും ഇത് സംഭരിച്ച് വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. തെക്കൻ കേരളത്തിൽ നിന്നുപോലും സീസണിൽ ചക്ക വാങ്ങാനായി ജില്ലയിലേക്ക് ആളുകൾ വരുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അതുമുണ്ടായില്ല. വീട്ടുകാർ പറിച്ചെടുത്ത് തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചുവെങ്കിലും വില തുച്ഛമായതിനാൽ അതും നടന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ചക്ക വിഭവങ്ങൾ ഒരുക്കി വിവിധയിടങ്ങളിൽ മഹോത്സവങ്ങൾ നടത്തിയതല്ലാതെ ചക്കയുടെ സംരക്ഷണത്തിനും സംഭരിക്കലിനും ജില്ലാ വ്യവസായ കേന്ദ്രം നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. 2018 ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി സംസ്ഥാന സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആരോഗ്യ ഗുണങ്ങളും സാമ്പത്തിക ലാഭവും കൊണ്ട് ശ്രദ്ധേയമായി മഖാന കൃഷി. കുറഞ്ഞ നിക്ഷേപത്തിൽ കൂടുതൽ ലാഭം ലഭ്യമാക്കുന്ന ഈ വിള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. നിരവധി ആരോഗ്യ ഗുണങ്ങളാൽ ശ്രദ്ധേയമായ ഭക്ഷ്യവസ്തുവാണ് മഖാന. ഫോക്സ് നട്ട്സ്, താമരവിത്ത്, ഗോർഗോൺ നട്ട്സ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. നിംഫേസി കുടുംബത്തിൽപ്പെടുന്ന മഖാന ഒരു പ്രത്യേകതരം താമരവിത്താണ്. ഇന്ത്യ, ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ്, ജപ്പാൻ, റഷ്യ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ബീഹാർ, അസം, മണിപ്പൂർ, പശ്ചിമബംഗാൾ, ത്രിപുര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് മഖാന കൃഷി വ്യാപകമായി നടക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ ഉൽപാദനം ബീഹാറിലാണ്. കുളം, തടാകം പോലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ 4 മുതൽ 6 അടി വരെ താഴ്ചയിലാണ് മഖാന കൃഷി ചെയ്യുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വിത്ത് വിതച്ച് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്നു. വെള്ളത്തിൽ വളരുന്ന ഈ ലില്ലി സസ്യത്തിന് പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. പൂക്കൾ കൊഴിയുമ്പോൾ രൂപപ്പെടുന്ന പഴത്തിനുള്ളിലാണ് വിത്തുകൾ കാണപ്പെടുന്നത്. പഴങ്ങൾ വെള്ളത്തിൽ വീണ ശേഷം വിത്തുകൾ കുളത്തിന്റെ അടിയിൽ അടിഞ്ഞുകൂടും. പിന്നീട് ഈ വിത്തുകൾ ശേഖരിച്ച് വൃത്തിയാക്കി ഉണക്കി വറുത്താണ് മഖാന തയ്യാറാക്കുന്നത്. ചിലവ് കുറഞ്ഞ കൃഷിയായതിനാൽ കർഷകർക്ക് നല്ല ലാഭം നൽകുന്ന വിളവാണിത്. ഏകദേശം 15,000 രൂപ ചെലവിൽ ആരംഭിക്കാവുന്ന ഈ കൃഷിയിൽ നിന്ന് നിക്ഷേപത്തിന്റെ 3 ഇരട്ടിയിലധികം വരുമാനം നേടാനാകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.